2006 ഇലക്ഷൻ LDF നയിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ അതുവരെ പ്രതിപക്ഷ നേതാവായിട്ട് പെർഫോം ചെയ്യുന്നതിനെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ നേതാവായിട്ട് ഇലക്ഷൻ നയിക്കാനായിട്ട് LDF തീരുമാനിച്ചത്. അത് ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാകാനായിട്ട് പിണറായി വിജയൻ ഒന്ന് ട്രൈ ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പാർട്ടി ഭേദമന്യേ VS അച്യുതാനന്ദന് വേണ്ടി മുറവിളി കൂട്ടി. അവസാനം VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വന്നു. സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. UDF പ്രതിപക്ഷ നേതാവായിട്ട് 5 കൊല്ലം ഇരുന്നത് VD സതീശൻ. ഇലക്ഷൻ നയിച്ചത് VD സതീശൻ. VD സതീശൻ്റെ ആക്രമണ സ്വഭാവം കൊണ്ടാണ് ഇത്രയും സീറ്റ് അല്ലെങ്കിലും ജയിക്കാനുള്ളത് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ പിണറായി വിജയൻ്റെ ഭരണദോഷം കൊണ്ടും കുറച്ച് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ VD സതീശനാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്, ഇതിൻ്റെ ശില്പി, തന്ത്രങ്ങൾ മെനഞ്ഞയാണ്. ഇപ്പോൾ VD സതീശനെ ഒഴിവാക്കാനായിട്ട് രമേശ് ചെന്നിത്തലയൊക്കെ ട്രൈ ചെയ്യുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് എന്തുകൊണ്ട് 2021 ഇലക്ഷൻ ജയിച്ചില്ല? കഴിഞ്ഞ 5 വർഷം ഉറങ്ങിക്കിടന്ന നേതാക്കളാണ് ഇവരെല്ലാവരും. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഞാൻ പാരമ്പര്യമായിട്ട് നേതാവായിട്ട് വിദ്യാർത്ഥി ആയിരുന്ന കാലം തൊട്ടേ വന്നയാളാന്നൊക്കെ പറയുന്നു. അതിലൊന്നും കാര്യമില്ല. പിന്നെ ഭരണപരിചയം വേണമെന്ന് പറയുന്നത് വെറും ഇഡിയോട്ടിക് കൺസെപ്റ്റാണ്. ഇപ്പം നാളെ കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് എന്ത് പരിചയമുള്ള ഭരണപരിചയം? ഒന്നുമില്ല. സ്ത്രീകളെയും കൊണ്ട് ലോകമെമ്പാടുമുള്ള റിസോർട്ടുകളിൽ പോകുന്നതാണ് അയാളുടെ പരിചയം. അപ്പോൾ ഈ പരിചയം എന്നൊക്കെ പറഞ്ഞ് ചിലരെ പരിചയം ഇല്ലാത്ത ഒരാളുണ്ട്, അയാളെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു അലിബിയാണ്. പിന്നെ ലോകത്തിലെ വമ്പൻ രാഷ്ട്രങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റ് ആവുന്നവർക്ക് എന്ത് ഭരണപരിചയമുള്ള? അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നവർക്ക് എന്ത് പരിചയമുള്ള? ഒന്നുമില്ല. നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി MG രാമചന്ദ്രനും ജയലളിതയൊക്കെ ആയിട്ട് എന്ത് ഭരണപരിചയം അവർക്കുണ്ടായിരുന്നു? ഒന്നുമില്ല. അപ്പോൾ ഈ ഭരണപരിചയം വേണമെന്ന് പറയുന്നത് ഭരണപരിചയം ഇല്ലാത്ത ഒരാൾ കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്താനുള്ളത്, അത്രയേ ഉള്ളൂ. അപ്പോൾ VD സതീശന് എറണാകുളത്ത് കിട്ടിയ സ്വീകരണം കണ്ടാൽ അറിയാം കേരളത്തിലെ ജനങ്ങൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. അപ്പം അത്രയും ഒരു സ്വീകാര്യത കിട്ടിയ ഒരു നേതാവിനെ മാറ്റി നിർത്തുന്ന VS അച്യുതാനന്ദനെ അന്ന് മാറ്റി നിർത്താൻ തുടങ്ങിയതിന് തുല്യമാണ്. ഇപ്പം മാറ്റി നിർത്തി KC വേണുഗോപാലിനെ രമേശിനെ ആക്കിയാൽ തന്നെ ഇവിടെ ഒരു ജനരോഷമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ KC വേണുഗോപാലിനെ കേരളത്തിൽ കാല് കുത്താൻ പോലും ജനങ്ങൾ സമ്മതിക്കത്തില്ല. ഏതും വരുന്ന വഴിക്ക് വെച്ച് നമുക്ക് കാണാം.